ഇനി നമ്മൾ 12-ാം വാർഡിലേക്ക് വരുമ്പോൾ 12-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മജീദ് പാടിയോടത്താണ്. കോൺഗ്രസിന്റെ നേതാവാണ്. നിലവിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വളരെ മികച്ച രീതിയിൽ നല്ലൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ സജീവമായിട്ട് എല്ലാ രംഗത്തും സർവ്വ മേഖലയിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇടപെടുന്ന ഒരു നല്ലൊരു പൊതുപ്രവർത്തകൻ എന്ന് തന്നെ മജീദ് പാടിയോടത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാളാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് 12-ാം വാർഡിൽ മത്സരിക്കുന്നത്. LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഖാലിദ് ഒളാട്ടയിലാണ്. ഖാലിദ് ഒളാട്ടയിൽ CPIയുടെ നേതാവാണ്. ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് CPIയുടെ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ പൊതുപ്രവർത്തകൻ അവിടെ LDFിന്റെ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടെ ആ 12-ാം വാർഡിലെ ചിത്രം മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം വളരെ ശക്തമായ രീതിയിലുള്ള മത്സരം അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങൾ. കാരണം പെട്ടെന്നൊരു 12-ാം വാർഡിന്റെ ഒരു ചരിത്രമൊക്കെ നോക്കുമ്പോൾ UDFന് ഒരു വലിയൊരു ഈസി ആയിട്ടുള്ള ഒരു വാർഡ് എന്ന് തന്നെ പറയാവുന്ന ഒരു വാർഡാണ്. പക്ഷെ അവിടെ ഖാലിദ് ഒളാട്ടയിൽ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം LDF പ്രചരണ രംഗത്ത് അവിടെ നിലവിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള ഒരു പ്രചരണവും LDFിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് 13-ാം തീയതി റിസൾട്ട് വരുമ്പോഴാണ് നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. മജീദ് കെയുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ആ വാർഡിന് സ്വാധീനിച്ചു, അല്ലെങ്കിൽ ആ വാർഡിലുള്ള ജനങ്ങൾ എത്രമാത്രം ഏറ്റെടുത്തു എന്നുള്ളതും ഖാലിദ് ഒളാട്ടയിലിൻ്റെ പ്രചരണങ്ങൾ എത്രമാത്രം ആ വാർഡിൽ എഫക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ 13-ാം തീയതി തന്നെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ആ വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥി വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് വിജയസാധ്യതയില്ല എങ്കിൽ പോലും BJPയുടേതായിട്ടുള്ള കരുത്ത്, ആ വാർഡിനകത്തുള്ള BJPയുടെ കരുത്ത് തെളിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടി BJPയുടെ സ്ഥാനാർത്ഥിക്ക് പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് 12-ാം വാർഡിൻ്റെ ഒരു പൊതു ചിത്രം നമുക്ക് വ്യക്തമാക്കുന്നത്. പിന്നെ 13-ാം വാർഡിലേക്ക് നമ്മൾ വരുമ്പോൾ നിലവിൽ ആ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഭാഗങ്ങൾ ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നു എങ്കിൽ പോലും ആ വാർഡിലെ നിലവിലെ ജനപ്രതിനിധിയായിട്ടുള്ള പ്രിയയാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് മറ്റ് പൊതുരംഗങ്ങളിലൊക്കെ വനിതാ സംഘടനകളിലും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു പൊതുപ്രവർത്തക. അങ്ങനെ തന്നെ പ്രിയയെ വിശേഷിപ്പിക്കാവുന്നതാണ്. അവിടുത്തെ ആ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ആ വാർഡിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് പ്രിയ എന്നുള്ളതും, അതോടൊപ്പം പ്രിയയുടെ പ്രവർത്തനങ്ങളുടെ മികവ്, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ പ്രിയ ഒരു 5 വർഷക്കാലം ജനപ്രതിനിധിയായി നടത്തിയ പ്രവർത്തനങ്ങളിൽ CPM അല്ലെങ്കിൽ LDF നൽകിയ ഒരു അംഗീകാരം എന്ന് തന്നെ വേണമെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് പറയാനാകും. അങ്ങനെയാണ് പ്രിയ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ആ വാർഡ് നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അതിൽ LDF പ്രിയയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ നിന്ന് കാണുന്നത്. എന്നാൽ അവിടെ നിഷാമുള്ളത്താണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. നേരത്തെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗമായിട്ടുള്ള നിഷാമുള്ളത്ത് അവിടെ വളരെ സ്വാധീനമുള്ള, കാരണം നേരത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ പ്രദേശങ്ങളിലും ആ വാർഡിനകത്തൊക്കെ വളരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിഷാമുള്ളത്ത്. ആ നിഷാമുള്ളത്തിനെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്ത് വില കൊടുത്തും ആ വാർഡിനെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ വാർഡ് UDFിൻ്റെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നിഷാമുള്ളത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി UDF ഇറക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ, ഒരു അധ്യാപിക കൂടിയാണ്. അധ്യാപിക എന്നുള്ള നിലയിലും ഒക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വനിത, പൊതുപ്രവർത്തന രംഗത്ത് നേരത്തെ ജനപ്രതിനിധിയായിരുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടെ അവിടുത്തെ ചിത്രം വളരെ, ആ മത്സര രംഗം വളരെ ശക്തമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്
ഏത് രീതിയിലാണ് അത് എത്രമാത്രം UDF ആ തിരഞ്ഞെടുത്ത ആ ഒരു സ്ഥാനാർത്ഥിത്വം എത്രമാത്രം ഗുണകരമായി എന്നുള്ളതും, അല്ലെങ്കിൽ പ്രിയയെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ LDFന് വിജയിക്കാനായോ, അല്ലെങ്കിൽ LDFന്റെ ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതൊക്കെ 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാം. അതോടൊപ്പം അവിടെ BJPയുടെ നല്ലൊരു സാന്നിധ്യമുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി പ്രമീള വളരെ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത്, അല്ലെങ്കിൽ 13-ാം വാർഡിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നു. നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ BJPക്ക് സ്വാധീന വലയങ്ങളുള്ള, അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു വാർഡ് കൂടിയാണ്. അവരുടെ സംഘടനാ ബലത്തിനനുസരിച്ചുള്ള അവരുടെ അംഗങ്ങൾ വെച്ച് ഉള്ള ഒരു പ്രവർത്തന മികവ്, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുമായിട്ട് BJPയും അവിടെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് 13-ാം വാർഡിനെ സംബന്ധിച്ച് നമുക്ക് പറയാനാവുന്നത്. 14-ാം വാർഡിലേക്ക് വരുമ്പോൾ, 14-ാം വാർഡ് നിലവിലെ 12-ാം വാർഡിൽ നിന്നും 6-ാം വാർഡിൽ നിന്നും അതുപോലെ തന്നെ നേരത്തെയുള്ള 4-ാം വാർഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വാർഡാണ് 14-ാം വാർഡ്. പുതിയ ഒരു വാർഡ്, അങ്ങനെ തന്നെ ആ വാർഡിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ആ 14-ാം വാർഡിൽ നിലവിൽ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആ വാർഡിൽ നേരത്തെ, അല്ലെങ്കിൽ ആ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് നേരത്തെ ജനപ്രതിനിധിയായിരുന്ന പ്രഭിത പുല്ലൂണിയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. CPIയിലും അതുപോലെ തന്നെ CPIയുടെ വനിതാ വിഭാഗത്തിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തക, വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സാംസ്കാരിക മേഖലയിലും ഒക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ CPI അല്ലെങ്കിൽ LDF 14-ാം വാർഡിൽ നിർത്താവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് പ്രഭിതയിലൂടെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് പ്രഭിത പുല്ലൂണി. കാരണം പൊതുരംഗത്ത് നേരത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളെ LDF അല്ലെങ്കിൽ CPI അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നതിലൂടെ 14-ാം വാർഡ് LDFന്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ LDFന്റെ ഒരു ശക്തി വലയത്തിൽ ഭദ്രമാക്കുക എന്നുള്ള കൂടി ലക്ഷ്യം അതിൽ കാണുന്നുണ്ട്. ഈ വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്, കാരണം ഈ നേരത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, ഇപ്പോൾ 6-ാം വാർഡിലെ പ്രതിനിധി, അല്ലെങ്കിൽ 6-ാം വാർഡും 12-ാം വാർഡും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന 12-ാം വാർഡും 6-ാം വാർഡും 4-ാം വാർഡും ഒക്കെ വിഭജിച്ചുണ്ടായ ഒരു വാർഡാണ്. UDFന്റെ സീറ്റ് ധാരണ പ്രകാരം കനോലി കനാലിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് മുസ്ലിം ലീഗിന് ആദ്യമായി ലഭിച്ച ഒരു വാർഡാണ് 14-ാം വാർഡ്. അങ്ങനെ തന്നെയാണ് ആ വാർഡിനെ നമുക്ക് പറയാനാവുക. ആ വാർഡിൽ മുസ്ലിം ലീഗിന് ലഭിച്ച ഒരു വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ, ബിബിത കുറ്റേരി, UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDF അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു മികച്ച ഒരു പൊതുപ്രവർത്തക തന്നെയാണ് ബിബിത കുറ്റേരി. വളരെ സജീവമായിട്ട് തന്നെ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് UDF ഒറ്റക്കെട്ടായി തന്നെ നിന്നുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ LDF പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നത് പോലെ തന്നെ ഒട്ടും കുറവല്ലാത്ത രീതിയിൽ UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ വാർഡിന്റെ മത്സരം ഒരു കനത്ത മത്സരത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക്, ഒരു മത്സരം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ആ വാർഡിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. അവിടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ അവിടെ ചിട്ടയോടുകൂടി പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. UDF മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല മത്സരമാണ് 14-ാം വാർഡിനകത്ത് നടക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി കൂടി ആ വാർഡിനകത്ത് മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. BJPക്കും ഒരു വോട്ട് ബാങ്കുള്ള, അല്ലെങ്കിൽ വോട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് BJP. ആ രീതിയിൽ ശക്തമായ രീതിയിൽ അവരുടെ വോട്ടുകളെ അവരിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായിട്ട്
ആ വാർഡിനകത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് 14-ാം വാർഡിന്റെ ചിത്രം പറയാനാകുക. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.